വിശാഖ നക്ഷത്രം എൻ്റെ തന്നെ നക്ഷത്രമാണ്. തുലാരാശിയും വൃശ്ചികരാശിയും ഉണ്ട്. തുലാരാശിക്കാർക്ക് ഇത്തിരി മോശമാണ്. വൃശ്ചികരാശിക്കാർ കുറച്ച് ഗ്രഹനില സംബന്ധിച്ച് നല്ലതാണ്. ലോക സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള ഒരു നടനെന്ന് പറയാൻ്റെ ഒരു നന്മയുള്ള മനുഷ്യനാണ് ഇന്ദ്രൻസ്. ഒരു രക്ഷയില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നിട്ട് മറഞ്ഞു നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമ പോലെയാണോ? നമസ്കാരം. മനുഷ്യന് ദുഃഖങ്ങൾ കൊണ്ട് നിവൃത്തിയില്ല. ദുഃഖഭരിതമാണ് ജീവിതം. ഇന്ന് രാവിലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഞാനൊരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ഞാൻ ആർക്കും ചെയ്തിട്ടില്ല സ്വാമി. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയാണ്. എനിക്ക് ഒരു മകളേ ഉള്ളൂ. ഞാൻ അദ്ദേഹം ദൈവവിശ്വാസിയാണോ? ഭയങ്കര വിശ്വാസമാണ്. നെറ്റിയിൽ 4 കുറിയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയല്ല സ്വാമി, അദ്ദേഹം നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആകെ ഒരു രോഗമുണ്ട്. എന്താണ്? സംശയം എന്ന് പറയുന്ന രോഗം. ഒന്ന് ആലോചിച്ച് നോക്കൂ. തകർന്നു പോയില്ല ദാമ്പത്യം. ഭക്തനാണ്, എന്നാൽ ഞാൻ അമിതമായ ദൈവവിശ്വാസമുണ്ട്. ഞാൻ ചോദിച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണോ? സ്നേഹം കൂടുതൽ കൊണ്ടാണെങ്കിൽ ഇതെന്തോന്നു സ്വാമി, ഒരു രക്ഷയില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നിട്ട് മറഞ്ഞു നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമ പോലെയാണോ? സംശയരോഗത്താൽ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ. എന്നിട്ട് രാത്രി ഇദ്ദേഹം വഴക്കുണ്ടാക്കുന്നത് എങ്ങനെയാണ്? വഴക്കല്ല സ്വാമി, എന്നാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം കാലി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്തിനാണ്? നീ എന്നെ വിട്ടിട്ട് പോകരുത്, നിനക്ക് എന്നെക്കാൾ സ്നേഹം ലോകത്തിൽ ആരോടെയാണ്? എന്നെക്കാൾ ഓടം നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ ഓഫീസർമാരോടാണോ, നിൻ്റെ സുഹൃത്തുക്കളോടാണോ? സുഹൃത്തുക്കളെ പോലും സംശയിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എങ്ങനെങ്കിലും ഒരു ഡോക്ടറെ എടുത്തുകൊണ്ട് എത്തിക്കും. അയ്യോ അതൊന്നും വരില്ല സ്വാമി, അദ്ദേഹം ഒന്നും വരില്ല, എൻ്റെ കുട്ടിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്, ഞാൻ മരിച്ചു പോവുകയുള്ളൂ സ്വാമി ഇയാളെ കൂടെ ജീവിച്ചാൽ. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടിവസ്ത്രം വരെ അദ്ദേഹം നനച്ചു തരും. പക്ഷേ അദ്ദേഹത്തിന് സംശയരോഗം. പിന്നെ 12 മണി കഴിഞ്ഞാൽ വൃത്തിരോഗം. അടുക്കളയിൽ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വീണ്ടും കഴുകി വയ്ക്കും. എത്ര മണി വരെ? അതൊരു 2 മണിക്കൂറുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും. വൃത്തിരോഗവും സംശയരോഗവും. ഒരു സ്ത്രീയുടെ ജീവിതം താറുമാറാകാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിനെന്താണൊരു മാർഗം? പൂജ വല്ലതുകൊണ്ടോ? ഞാൻ പറഞ്ഞു, പൂജയോ? ഒരു പൂജയില്ല, ഇത് നിങ്ങളുടെ വിധിയാണ്. ഞാൻ പറഞ്ഞു, ഈ കല്യാണം വേണ്ടെന്ന് ഒരാളെങ്കിലും പറഞ്ഞില്ലേ? ഒരാളല്ല സ്വാമി, എത്രയോ പേര് പറഞ്ഞു. പക്ഷെ നല്ല പയ്യനാണെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനിപ്പോൾ ഉണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഇത് വല്ലതും അറിയാവോ? അച്ഛൻ അറിയാമായിരുന്നു സ്വാമി. ഞാൻ തന്നെ പറഞ്ഞു, മോളെ നിൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛാ വേറെ ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് ജീവനാണ്, സ്നേഹമാണ്, പക്ഷേ സംശയമെന്ന് പറഞ്ഞൊരു രോഗം കൊണ്ട് എനിക്ക് ഒരു നേരം പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തം നിഴൽ പോലും കണ്ടാൽ അത് മറ്റൊരാളായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഭ്രാന്താശുപത്രിയിലല്ല കൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു സംശയം എടുത്തു കളയൂ. അദ്ദേഹം വരില്ല. നമ്മൾ എന്താണ് ഇതിന് പറയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ മാനസിക പ്രയാസമാണ്, മാനസികമായിട്ടുള്ള ദുഃഖമാണ്. അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഇങ്ങനെ പോയാൽ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുകൊണ്ടി വരും സ്വാമി. അവർ പറയാണ്, എന്നെയാണ്, എൻ്റെ കുട്ടി ഒരു പെൺകുട്ടിയാണ്, ഇതിനെ വളർത്തിയെടുക്കേണ്ടേ സ്വാമി, ഞാൻ എന്തായിത്തീരും? ഞാൻ മരിച്ചു പോയാൽ, ഞാൻ മരണത്തിന് കീഴടങ്ങിയാൽ ഈ പെൺകുട്ടിയോടുള്ള ഇയാളുടെ സമീപനവും ഇത് തന്നെയാണല്ലോ സ്വാമി. എന്താണ് ജോലി? സത്യം പറഞ്ഞാൽ ആ ജോലി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സമൂഹം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അന്തസ്സുള്ള ജോലി. അഭിമാനപൂർവ്വം എൻ്റെ ഭർത്താവിന് ഇന്നതാണ് ജോലി, എൻ്റെ ഭർത്താവ് മിടുക്കനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമായി പറയാൻ പറ്റുന്ന ഒരു ഭർത്താവിൻ്റെ സംശയരോഗം കൊണ്ട് തകർന്നു പോകുന്ന ഒരു ദാമ്പത്യത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് പൂജ ചെയ്യാൻ പറ്റും? എന്ത് പൂജയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതൊന്നും പൂജയില്ല, ഇത് വിധി. ഞാൻ ചിലർ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇത് വിധിയാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇത് വിധിയാണ്. വിധിക്ക് പറയാം, വിധി മാറ്റാൻ, ഞാൻ രുദ്രസിംഹാസന സിനിമയിൽ പറഞ്ഞ പോലെ വിധിയെ മാറ്റാൻ വിധികർത്താവിനും കഴിയില്ല എന്നുള്ളതാണ്. അത് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ടീച്ചറുമായിട്ട് ചിന്ന ആശയം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയി, ഇന്ദ്രൻസിൻ്റെ. ഞാൻ മലയാള സിനിമ, ലോക സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള ഒരു നടനെന്ന് പറയാൻ്റെ ഒരു നന്മയുള്ള മനുഷ്യനാണ് ഇന്ദ്രൻസ്. വെറും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ തോന്നും.
അങ്ങനൊരു സാധുവായ നല്ലവനായ ഒരു മനുഷ്യൻ. നല്ലത് എന്ന് എനിക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല മനുഷ്യൻ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രൻസാണ്. ഇപ്പോൾ ചിന്ന ചിന്ന ആശ എന്ന് പറയുന്ന സിനിമയിലെ സബ്ജക്റ്റ് ഏകാന്തതയുടെ തുരുത്തിൽ പെട്ടുപോകുന്ന ചില മനുഷ്യരുടെ 2-3 മനുഷ്യരെ കുറിച്ചാണ് ആ സിനിമ പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് കാണണം. ഞാനത് സിനിമാ നിരൂപകനല്ല, എന്നാൽ പോലും ആ സിനിമ കഴിഞ്ഞപ്പോൾ ടീച്ചർ തേങ്ങി തേങ്ങി കരയുന്ന കണ്ടു. ഞാൻ ടീച്ചറെ കരഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ സ്വകാര്യത, അവൻ്റെ ഏറ്റവും വലിയ ഭീകരത ഏകാന്തതയാണെന്ന് ഞാൻ കപട സന്യാസിയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകും. നമുക്കൊരു സൗഹൃദങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ സുഹൃത്തായിട്ട് സ്വീകരിക്കും. നമ്മൾ കടന്നു പോകുന്ന വഴിയിലൂടെ ഒരു അപരിചിതനെ കണ്ടാൽ അയാൾ പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവർ പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് നമുക്കൊരു കൈ കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. അതിമനോഹരമായിട്ടുള്ള ഏകാന്തതയുടെ തുരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. നമ്മൾ കാണണം, നമുക്ക് വേദനിക്കും. നമുക്കതിൻ്റെ ഓരോ ഡയലോഗ്സും ഇല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളും നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലും. പ്രത്യേകിച്ച് ഏകാന്തത അനുഭവിച്ചിട്ടുള്ള സ്ത്രീ. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ടീച്ചർ ഏകാന്തമായി 40-46 വയസ്സ് ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ അവസാനിച്ച ഏകാന്തതയാണ് ടീച്ചറുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ. ഞാനൊരു കുറച്ചു കാലം അനുഭവിച്ച ഏകാന്തതയുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും വാചാലനായി സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഏകാന്തത എന്നെ, കാന്തല്ലൂരിലെ ഏകാന്തത ഏറെക്കാലം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. പക്ഷേ മറ്റേതല്ല, അത് നമ്മളൊന്ന് കാണേണ്ട ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. അതേപോലെ രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം വന്ന സ്ഥലം ഞാൻ പറയുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, സ്വാമി, ഞാൻ സ്വാമിയെ കാണാൻ വന്നത്. ഞാൻ ചോദിച്ചു, DNA ചാനൽ കണ്ടിട്ടാണോ? അല്ല. പിന്നെ ഞാൻ നോവുകടൽ എന്ന് പറയുന്ന സ്വാമിയുടെ ഒരു പുസ്തകം വായിച്ചു. ഞാൻ എവിടെ നിന്ന് കിട്ടി? അത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ സ്വാമി, സാർ ഇത് വായിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. എനിക്ക് വല്ലാതെ വേദനിച്ചു സ്വാമി. അത് ഗൽഗതം വരികയാണ്. ഞാൻ പറഞ്ഞു, അത് നോവുകടൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എന്തെന്നാൽ കടൽ നമ്മൾ കാണുമ്പോൾ നല്ല സൗന്ദര്യമാണ്. കടലിന് നല്ല സൗന്ദര്യമാണ് അല്ലേ? നമ്മുടെ കടൽ തീരത്തെ മണൽപ്പരപ്പിൽ നിന്നാൽ കടലിലെ തിരമാലകൾ ഇങ്ങനെ വരികയും അത് ശാന്തമായി തിരിച്ചു പോവുകയും അലറിക്കരയുകയും ഇരമ്പി പോവുകയും ചെയ്യുമ്പോൾ അലറിക്കരയുകയും ചെയ്യുന്ന, സ്വയം നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് സ്വന്തം വേദന അലറി വിളിച്ചുകൊണ്ട് പിറയിലേക്ക് പോവുകയാണ്. അത് കടലിൻ്റെ അഗാധങ്ങളിലേക്ക് പോവുകയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലെ ഓരോ മനുഷ്യരുടെയും കഥ, നോവുകടൽ, ഞാൻ എന്നിലൂടെ കടന്നുപോയ പലരുടെയും കഥയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ, ഞാൻ കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം തോന്നി. അപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വന്നത് ബുദ്ധിമുട്ടായോ, എനിക്ക് ഒരു ചായ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വളരെ ബുദ്ധിമുട്ടി. അദ്ദേഹം വെമ്പായത്ത് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച്, ഇങ്ങനെ സ്വാമിയുടെ വീടെന്ന് പറയുമ്പോൾ അങ്ങനെ വെമ്പായത്തുനിന്ന് എന്നെ എല്ലാവർക്കും ഒന്നും വലിയ പരിചയമില്ല. അങ്ങനെ ആ പരിചയമുള്ള ഒരാൾ പറഞ്ഞത് ഇന്ന സ്ഥലത്താണ്, ഈന്തിവിളയിലാണെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. നല്ല കതറിട്ട ഒരു മനുഷ്യൻ, കണ്ടാൽ തേജസ്സുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ കറുത്ത ബാഗിൽ നിന്ന് ഈ നോവുകടൽ നിന്ന് പുസ്തകം എടുത്ത് എൻ്റെ മുമ്പിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിലൊരു ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പേര്? രാമചന്ദ്രൻ. ഞാൻ പറഞ്ഞു, അധ്യാപകനായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, പിന്നെ ഞാനൊരു പഞ്ചായത്തിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാനതിൽ പ്രിയപ്പെട്ട രാമചന്ദ്രൻ മാഷിനെ സ്നേഹപൂർവ്വം സുനിൽ പരമേശ്വരൻ പറഞ്ഞപ്പം അദ്ദേഹം ഒരു നിമിഷം എന്നെ ഇങ്ങനെ നോക്കി. സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം, സ്നേഹത്തോടെ എന്നുള്ള ആ വാക്ക്, സ്നേഹം എന്നുള്ള വെറുതെ ഉണ്ടാവില്ല. നമ്മളൊരു ബുക്ക് എടുത്താൽ ചുമ്മാ ചിലപ്പോൾ എന്നെ ഒരുപാട് പേര് ടീച്ചറെ സ്വാമിയുടെ ഒരു വലിയ ആരാധകനാണ്, ഇല്ലെങ്കിൽ ആരാധികയാണ്, അവർക്ക് സ്വാമി ഒപ്പിട്ട് തന്നെ അയക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും ഒപ്പിടുമ്പോൾ ഞാൻ ആ പ്രിയപ്പെട്ട ഇന്ന ആൾക്ക് സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹത്തിൻ്റെ ഒരു കണ്ണുനീർ അതിൽ അടർന്നു വീഴും. കണ്ണിൽ നിന്ന് ഒഴിക്കുക എന്നുള്ളതല്ല, ഒരു സ്നേഹത്തിൻ്റെ സമർപ്പണം ഉണ്ടാകും. സ്നേഹമെന്ന് പറയുന്നൊരു വികാരം അനുഭവിക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. ഇത്രയും ദൂരം അദ്ദേഹം വന്ന് അതിലെ കഥകൾ തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ അതിൻ്റെ 2-3 കഥകൾ കൂടെ ഇനിയിപ്പോൾ പുതിയ പതിപ്പിനകത്ത് കുറേ ഒറ്റപ്പെട്ട മനുഷ്യരുടെ കഥകളുണ്ട്, സാർ ഒറ്റയ്ക്കാണോ? അല്ല, ആ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിലവിലുണ്ടോ? ഉണ്ടാവും.
അതെന്താ? അവ പറഞ്ഞു, ഒരു നിമിഷം മിണ്ടാതിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കാനും ഒന്ന് വസ്ത്രം മാറാനുമുള്ള സൗകര്യമുണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെന്താ എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചർ വന്നു, ടീച്ചറെ പരിചയപ്പെടുത്തി, അത് വസ്ത്രം മാറി, അദ്ദേഹം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം എനിക്ക് സാമറുമായിട്ടൊന്ന് സംസാരിക്കണം, ഇത്തിരി തിരക്കുണ്ട്. കാരണം ഞാൻ ഒരു നോവൽ എഴുതുന്നുണ്ട് ഇതിനകത്ത്, ഈ ഗോകുലം ശ്രീ എന്ന് പറയുന്ന ഗോകുലം ഗോപാലിൻ്റെ മാഗസിനകത്ത്. അതിനകത്ത് 2 പതിപ്പ് എഴുതി കൊടുക്കേണ്ട സമയമായി. കുന്താപുരാഞ്ഞ നോവലാണ്, 10-13 പതിപ്പായി. അത് ഇന്ന് കൊടുത്തില്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയിട്ട് ഒരു അധ്യായം അവിടെ വെച്ച് തന്നെ എഴുതി, 12ാമത്തെ അധ്യായം. അപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യനെ നമ്മൾ കടന്നു പോകുമ്പോഴേ കണ്ടാൽ നല്ല, എന്നോ ഒരു കാലത്ത് നല്ല സൗന്ദര്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എൻ്റെ കഥ വായിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സിനിമയെ കൂടെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിലെ മാധവൻ എന്നെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മുടെ ഇന്ദ്രൻസ് അഭിനയിക്കുന്ന വേഷം. എനിക്ക് ഈ സിനിമയും ഇദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ഞാനിങ്ങനെ താരതമ്യം ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ കുടുംബമൊക്കെ എന്തായി എന്ന് ചോദിച്ചു. കുടുംബമൊക്കെ ഇതിനകത്ത് രാമേട്ടൻ്റെ കഥയില്ലേ, അതേപോലെയായി. അതുപോലെയാണ്, അതുപോലെ മാത്രമല്ല അതിലെ പല കഥകളും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കഥ, ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിവാഹം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ഇദ്ദേഹത്തിനോട് ഇഷ്ടമാണെന്ന് തോന്നി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു അധ്യാപകനെ ഒരിക്കലും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം അധ്യാപകൻ തന്നെ ഗുരുതുല്യനാണ്. ഗുരുവിനെ പ്രണയിക്കാൻ പാടില്ല, ഗുരുവിനെ ബഹുമാനിക്കേണ്ടതാണ്. അക്ഷരം പറഞ്ഞു തരുന്ന, അറിവ് തരുന്ന ആളാണ്, അദ്ദേഹത്തിനെ പ്രണയിക്കാൻ പാടില്ല. അത് പ്രണയം പാടില്ല, ബഹുമാനം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ കുട്ടിയോട് അങ്ങനൊരു അടുപ്പം തോന്നിയില്ല. കുട്ടി ഒരു വിദ്യാർത്ഥിനിയാണ്, താൻ പഠിപ്പിക്കുന്ന ഇല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച് പഠിപ്പിക്കാൻ ഏൽപ്പിച്ച വീട്ടിലെ സുന്ദരിയായ വിദ്യാർത്ഥിനിയാണ്. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ ആര് കണ്ടാലും ആഗ്രഹത്തോടു കൂടി ആകർഷിക്കാനുള്ള, പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യവും നീണ്ട തലമുടിയും ഒക്കെ പുള്ളി എന്നോട് പറഞ്ഞു. പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ വർഷങ്ങൾക്ക് ശേഷം അവളുടെ രൂപം പതിഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് പറ്റി? അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ അവൾക്ക് എന്നോടുള്ള സ്നേഹവും അവൾക്ക് എന്നോടുള്ള ഇഷ്ടവും ഞാൻ ഉൾക്കൊണ്ടു. പക്ഷേ എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ പറ്റില്ല സ്വാമിക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. എനിക്കത് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു സംഭവം, ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ക്യാൻസർ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞു. എന്ന് പറഞ്ഞാൽ നിമിഷം പ്രതി ആ പെൺകുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, സ്വാമി ഇത് എഴുതണം, ഈ നോവുകടലിൽ ഒരു കഥയായിട്ട് എഴുതണം എന്നാണ് പുള്ളി പറയുന്നത്. ബാക്കി ക്രിയേഷനൊക്കെ സ്വാമി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വീട്ടിൽ അമ്മ മാത്രമുള്ള ഒരു അധ്യാപകൻ, ഒരു ചെറുപ്പക്കാരൻ പഠിപ്പിക്കാൻ ചെല്ലുന്നു. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം. ഇദ്ദേഹം ജോലി കിട്ടുന്നതിന് മുമ്പാണ്. ഇദ്ദേഹം വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എല്ലാം കാണാതെ പറയും. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് കാണാതെ കംപ്ലീറ്റ് പറയും. അതിൽ തോന്നിയ ആരാധന അത് പ്രണയമായിട്ട് മാറുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വിദ്യാർത്ഥി, ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് മനസ്സ് കൊണ്ടുപോകാൻ ഈ മനുഷ്യന് സാധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, എന്തൊരു നല്ല മനുഷ്യനാണ്. എനിക്കറിയുന്ന എത്രയോ പേര് പഠിപ്പിക്കുന്ന അധ്യാപകരെ തല്ലുന്നു, അധ്യാപിക കല്യാണം കഴിക്കുന്നു, അവർ രഹസ്യ കഥകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഈ ക്യാൻസർ ബാധ ആയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു പുരുഷൻ്റെ അവസ്ഥ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത, സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ, അമ്മ മാത്രമേ ഉള്ളൂ വിവാഹം കഴിക്കാൻ. അമ്മ, എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്നെ രാമേന്ദ്രനെ, നിന്നെ ആര് നോക്കും എന്ന് ചോദിക്കുന്ന അമ്മയുടെ മുമ്പിൽ എന്നെങ്കിലും ഒരിക്കൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വരും, ഒരു പെൺകുട്ടി വരും, ഞാൻ അമ്മയുടെ കാലം കഴിയുന്നതിന് മുമ്പ് ഈ കൈ പിടിച്ച് കയറ്റും എന്ന് അമ്മയോട് വാക്ക് കൊടുത്ത മകൻ, ആ മകനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ക്യാൻസർ ബാധയാണ്. മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും അവളെ സ്നേഹിക്കാൻ പറ്റില്ല. അവളെ ഒരു ശിക്ഷയുടെ സ്നേഹം കൊടുക്കാൻ വരൂ, അതിനപ്പുറത്തേക്കൊരു ബന്ധം ആലോചിക്കാൻ പോലും കഴിയില്ല എന്നൊരവസ്ഥ. പക്ഷേ ഇവൾ രോഗിയാണെന്നറിഞ്ഞ മുതൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാറ്റം വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിമിഷം പ്രതി ക്യാൻസർ ബാധയായിട്ട്, ബ്ലഡ് ക്യാൻസറാണ്, അവളുടെ ശരീരം സൂക്ഷിച്ചു പോവുകയും
ഇവിടെ തലമുടി മുഴുവൻ തലനാരികൾ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ പുസ്തകത്തിൽ എഴുതാറുള്ളത്. അത് മുഴുവൻ പൊഴിഞ്ഞു പോവുകയും അല്ലേ, ആ സൗന്ദര്യ ശരീരം ക്യാൻസർ ബാധിച്ച് അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇല്ലേ, ലൈറ്റ് കൊണ്ട് ആ സൗന്ദര്യം ഇങ്ങനെ ഒട്ടി ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. മരണം എന്തൊരു, ദൈവം എത്ര ക്രൂരയാണെന്ന് ഇല്ല, ക്രൂരമായിട്ടാണ് ചിലരോട് പെരുമാറുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. എത്ര ക്രൂരമാണ് ദൈവം, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് പിന്നെ അദ്ദേഹത്തിന് പഞ്ചായത്ത് ജോലി കിട്ടി, ഇദ്ദേഹം എന്തിനാണ് അധ്യാപകനായി പഠിപ്പിക്കാൻ ചെന്നത്? ഒരു പക്ഷേ പഠിപ്പിക്കാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാമായിരുന്നില്ലേ? ആ പെൺകുട്ടി മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ട, തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ കശക്കിയെറിഞ്ഞ് വിധി വേദനിച്ചു. ചിന്ന ചിന്ന ആശയിലെ ആ വാക്കുകൾ പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായിട്ട് ആ പെൺകുട്ടി മരിച്ചു പോയെങ്കിലും, ഭൂമിയിൽ നിന്ന് പോയെങ്കിലും രാമേന്ദ്ര മാസ്റ്ററുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അത് എന്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കൊരു വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഒരുപക്ഷെ താൻ എന്തിനാണ് ഈ നശിച്ച അധ്യാപകൻ്റെ വേഷം കിട്ടിയത്, ഇതിനു വേണ്ടിയിട്ട് ഈ വിഷയം ഈ സന്ദർഭം നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. താൻ സാധാരണ പഠിപ്പിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ, 10 വയസ്സിന് ഇളയതാണെങ്കിൽ പോലും എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. അതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഏകാന്തത ഉണ്ടായിരിക്കണം. ആ പെൺകുട്ടി താൻ പഠിപ്പിക്കുന്ന ഒഥല്ലോ ഒക്കെ കാണാതെ, വില്യം ഷേക്സ്പിയർ, മാക്ബെത്തൊക്കെ കാണാതെ വാചാലമായി സംസാരിക്കുന്നതും ആരാധനയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ. തൻ്റെ മനസ്സിൽ വില്യം ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിലുള്ളപ്പോൾ തോന്നുന്ന ആരാധനയിൽ നിന്ന്, അവൾക്ക് തോന്നുന്ന പ്രണയത്തിൽ നിന്ന് വിധി അവളെ കൊണ്ടെത്തിച്ചുന്ന മാരകമായ ബ്ലഡ് ക്യാൻസറിലേക്ക് പോകുന്ന അവസ്ഥ. കുടുംബത്തിൽ ആർക്കും അത് അറിഞ്ഞിട്ടില്ല. പക്ഷേ രാമേന്ദ്ര മാസ്റ്റർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, വയസ്സായി, എൻ്റെ ഒന്നും പ്രായമില്ല, എനിക്ക് 63 വയസ്സ്, ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോൾ 64 ആവും. പക്ഷേ ആ മനസ്സിൻ്റെ എവിടെയോ ഒരു പ്രണയം, താനൊരു അധ്യാപകനല്ലായിരുന്നു എങ്കിൽ അവളോടൊപ്പം, ആ മരണത്തോടൊപ്പം അവളെ ചേർത്ത് പിടിക്കാൻ കഴിയില്ലായിരുന്നു രാമേന്ദ്ര സാറിന് എന്ന് എൻ്റെ മനസ്സ് ചോദിച്ചു. എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചതാണ്. വെമ്പായത്തെ ആ മുമ്പിലത്തെ മുറിയിൽ, മുമ്പിലത്തെ ആ ചെടികളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ 2 കൈയും ഇങ്ങനെ കുത്തി രാമേന്ദ്ര സാർ ഇങ്ങനെ ഇരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അടർന്നു വീണ നെടുവീർപ്പുകൾക്കൊന്നും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. സാറ് വന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടിയെ മറയ്ക്കാനുള്ള, ആ പെൺകുട്ടിയെ പറിച്ചെറിയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മന്ത്രമുണ്ടോ സ്വാമി? നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അത് തേങ്ങിക്കറിയുവാണ്, ചുണ്ടുകൾ കടിച്ചമർത്തി. നമ്മൾ നിസ്സഹായരായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് അവളെ ഒന്ന് എടുത്തു മാറ്റൂ സ്വാമി. ആ പെൺകുട്ടി ഞാൻ അവളെ പഠിപ്പിച്ച അധ്യാപകനാണ്. പക്ഷേ എനിക്ക് ജോലി കിട്ടിപ്പോയി. എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ അമ്മ മരിച്ചു. ആ വീട്ടിൽ ഞാൻ ഏകാന്തമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അവളെ ഒന്ന് ഉപേക്ഷിച്ച് തരൂ. അതിനെന്ത് മന്ത്രമുണ്ട്, എന്ത് മായാജാലമുണ്ട്, എന്ത് പൂജകർമ്മങ്ങളുണ്ട് എന്ന് ചോദിക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ നമ്മൾ നിശബ്ദരായി പോകുന്നു. ഞാൻ പലയിടത്തും ഇപ്പം നിശബ്ദരായി പോകാറുണ്ട്. പലയിടത്തും മനുഷ്യന് സ്പർദ്ധയും വൈരാഗ്യവും കോപവും പകയും ഒക്കെ ഉള്ളപ്പോൾ ഇത്രയും നിർമ്മലമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പം നമ്മുടെ വാക്കുകൾ മുറിഞ്ഞു പോവുകയും നമ്മുടെ ചിന്തകൾ അസ്തമിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വളരെ വലുതാണ്. വളരെ എനിക്ക് വേദനിച്ചു. പിന്നെ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ചോദിച്ചു, സാർ എന്നെ ഒന്ന് വിളിക്കണം. എന്തിനാണ് സ്വാമി? ഞാൻ ടീച്ചറെ പരിചയപ്പെടുത്തി, രാമേന്ദ്ര മാസ്റ്ററാണ്, എൻ്റെ നോവുകടലിലൊരു കഥയായിട്ട് എഴുതാം, അപ്പം ടീച്ചറെ എങ്ങനെ തൊഴുതു. ഞാൻ പറഞ്ഞു, ചിന്ന ആശയിലെ മാധവ മാഷിനെ പോലെ ഒരു മാഷായിരിക്കാം അല്ലേ എന്ന് ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നി. കാരണം പുരുഷബന്ധമില്ലാത്ത ഒരു ബ്രഹ്മചര്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തുണ്ടാകുന്ന തേജസ് ആ മുഖത്തുണ്ടെന്ന് കല ടീച്ചർ എന്നോട് പറഞ്ഞു. ആ മുഖത്ത് നോക്കി, ആ തിളങ്ങുന്ന കണ്ണുകൾ നോക്കിയാൽ വാർദ്ധക്യമൊക്കെയാണ് പടർന്ന് നിരയൊക്കെയുണ്ടെങ്കിലും ഒരു തേജസ്, ഒരു വെളിച്ചം ആ മുഖത്തിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ കുറച്ചു നേരമൊക്കെ സംസാരിച്ചു, നമ്പറൊക്കെ മേടിച്ചു.
സ്വാമി എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. ഞാൻ പിന്നെ തിരക്കില്ല, ദുഃഖങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, സാറിനോടല്ല. ചിലരെ വിളിച്ച് കാണാൻ പറ്റുമോ, ഫോണിൽ കൂടെ പറയൂ, ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയും. അല്ലാതെ ഞാനൊന്നും പറയാറില്ല. പറയുന്നത് ശരിയുമല്ലല്ലോ. ആൾക്കാർ ദുഃഖത്തോടെ വിളിക്കുമ്പോൾ പരിഹാരങ്ങൾ, ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ പറയാൻ നമ്മളുള്ളപ്പോൾ നമ്മൾ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു, ഞാൻ എവിടെയാണ്? ഞാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് പിന്നെ ഫോണിൽ കൂടെ പറയൂ. ഞാൻ പറഞ്ഞില്ല. ഞാൻ തിരുവനന്തപുരം വരെ എങ്ങനെ വരും സ്വാമി? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിങ്ങളെ കാലൊന്ന് കാണിക്കണം. ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാണിച്ചാൽ മാത്രമേ പരിഹാരമാവുള്ളൂ, വരൂലേ എന്ന് ചോദിച്ചു. അല്ല, അത് വരും. എന്നാൽ ഇത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കുള്ള പരിഹാരമാണ്. ഞാനൊരു നമ്പർ തരാം, മുറിപ്പാലത്തടി മാടൻ നമ്പൂര ക്ഷേത്രത്തിലെ നമ്പറാണ്. അവിടെ വിളിക്കൂ. ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നാൽ ഞാനൊരു സമയമുണ്ട്, അനുഗ്രഹമുള്ള സമയത്ത് തെളിയുവാണെങ്കിൽ പറഞ്ഞു തരാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ ചെറിയ ചെറിയ സ്പന്ദനങ്ങൾ, ചെറിയ ചെറിയ നൊമ്പരങ്ങൾ, സന്തോഷങ്ങളിൽ മുട്ടുസൂചി കുത്തുന്ന പോലെയുള്ള ചെറിയ നൊമ്പരങ്ങൾ, വേദനകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഞാനിങ്ങനെ എല്ലാവരുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദൈവം വിധിക്കുന്ന വിധിക്കപ്പുറത്തേക്ക് ദൈവം തലയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് എണ്ണ തേച്ചാൽ മാറില്ല, അല്ലേ? സോപ്പ് തേച്ചാൽ ഷാമ്പൂ ഇട്ടാലും മാറില്ല. ആ വിധി നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് വളരെ വല്ലാത്തതാണ്. നമ്മളെല്ലാ വേദനകളും അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരാളെന്നോട് പറഞ്ഞ പോലെ, സ്വാമിക്ക് ക്ഷമിക്കാൻ പറ്റൂലേ, സ്വാമി ഭയങ്കര സിദ്ധനല്ലേ? ഞാൻ പറഞ്ഞു, സിദ്ധനല്ല, ഞാൻ സാധാരണ മനുഷ്യനല്ലേ. ആൾക്കാരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു, പരിഹാര അനുഭവങ്ങൾ വെച്ച് അനുഭവങ്ങൾ സമ്പത്തുകൊണ്ട് പറയുന്നു എന്നുള്ളല്ലാതെ എനിക്ക് അത്ഭുത സിദ്ധികളൊന്നുമില്ല. ഞാൻ സാധാരണ ഒരാളാണ്. ജ്യോതിഷം അറിയത്തില്ല, പിന്നെ കണ്ണയക്ഷി ഉപാസന ഉള്ളതുകൊണ്ട് ഞാനും ഫലം പറയുന്നു, പൂർവ്വജന്മം പറയുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് അത്ഭുത സിദ്ധികളൊന്നുമില്ല. സാധാരണ ഒരാളാണ്. മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. എന്തായാലും വിശാഖ നക്ഷത്രം എൻ്റെ തന്നെ നക്ഷത്രമാണ്. തുലാരാശിയും വൃശ്ചികരാശിയും ഉണ്ട്. തുലാരാശിക്കാർക്ക് ഇത്തിരി മോശമാണ്. വൃശ്ചികരാശിക്ക് കുറച്ച് ഗ്രഹനില സംബന്ധിച്ച് നല്ലതാണ്. പൂർവ്വജന്മം, എൻ്റെ പൂർവ്വജന്മം എടുക്കുമ്പോൾ പൂർവ്വജന്മത്തിലെ വിഷയം ഞാൻ ഇന്നലെ എൻ്റെ കൈ ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചറെ പറഞ്ഞു, ടീച്ചറെ ഇതാ ഒരു കറുത്ത കുത്ത് വന്നിട്ടുണ്ട്, അത് പൂർവ്വജന്മത്തിലെ ഇന്ന വിഷയമാണ്, ഇന്ന വിഷയം കൊണ്ട് ആയുസ്രേഖയുടെ ഏറ്റവും മുകളിൽ ഒരു കറുത്ത കുത്ത് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ സ്വാമി ശ്രദ്ധിക്കണം. ആ ടീച്ചർ എന്നെക്കാൾ വലിയ ജ്യോതിഷ പണ്ഡിതയായി, പിന്നെ കൈശാസ്ത്രത്തെക്കുറിച്ച് അറിയാം, അതിൻ്റെ വലിയ പാണ്ഡിത്യമൊക്കെ എന്നെ ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിട്ട്. കാരണം ടീച്ചറിൻ്റെ അത് പറഞ്ഞു ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ടീച്ചർ എല്ലാത്തിലും അങ്ങനെയാണ്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ട് എന്ന് പറയും. സ്വാമിയുടെ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ദാമ്പത്യത്തിൻ്റെ ബലത്തിന് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? അമ്മ മിണ്ടാതെ അങ്ങ് ഇരുന്നാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ലോകത്തിലെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നത്, ഉത്തമ ദാമ്പത്യത്തിൻ്റെ വലുത് ഭാര്യമാർ സംഘർഷപ്പെട്ട് കോപാകുലയായി വാളും വടിവാളും ഒക്കെ ആയിട്ട് വരുമ്പം, ഭദ്രകാളിയായിട്ട് വരുമ്പം നമ്മൾ ഒരു സാധാരണ ഭക്തനായിട്ട് തൊഴുതങ്ങ് നിന്നാൽ മതി. നമ്മൾ പിന്നെ ആറാടി വരുമല്ലോ ഇവർ, അതിഭീകരമായിട്ട് വരുമ്പം എല്ലാവരും തൊഴുതുകൊണ്ടല്ലേ നിൽക്കുന്നത്. അങ്ങനെ അങ്ങ് ആയിക്കൊണ്ടാൽ നമുക്ക് പ്രശ്നമില്ല. ദാമ്പത്യം ഉത്തമമായിട്ട് കുറേ കാലം കഴിയാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാൻ രാശിക്കാർക്ക് ദോഷകാലമാണ്. എൻ്റെ രാശിക്കാർക്ക് ഇത്തിരി ദോഷമാണ്. ആരോഗ്യം, മനസ്സ്, ശരീരം, കർമ്മം, ധനം, ദാമ്പത്യം, സാമ്പത്തികം, സന്താനം, ഇതെല്ലാം ഉണ്ട്. സന്താനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇത്രയും കാലം ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണുകൾക്കും പല്ലുകൾക്കും തലയ്ക്ക് പെരുപ്പ് വരാവുന്നതും കാൽമുട്ടുകൾക്കും ഉദരരോഗത്തിനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന 30 ദിവസത്തേക്ക് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ രാഹുകാലം നോക്കി ഇറങ്ങരുത്. വിശാഖവും അനിഴവും കൂടെ ചേർത്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, വിശാഖ നക്ഷത്രക്കാർ അനിഴ നക്ഷത്രത്തിനകത്ത് പൂർവ്വജന്മത്തിൽ നിന്ന് ഒരു ഘട്ടം അവർക്ക് ജലത്തിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ജലത്തിൽ വിഷയമായിട്ടുണ്ട്. പകയുണ്ടാവും, മറ്റുള്ളവരോട് പകയുണ്ടാകുക, ആ പക കൊണ്ടുണ്ടാകാവുന്ന ശാരീരിക കോശങ്ങൾ നശിക്കുക. അതുകൊണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് പക തോന്നാതിരിക്കുന്നത് വളരെ നല്ലതാണ്. പക തോന്നിയാൽ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ ഒരു ചെറിയ മാറ്റം വരും. ഇപ്പോൾ തുലാരാശിക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പൂർവ്വജന്മത്തിലെ ഒരു ദോഷം നമ്മളെ പിന്തുടർന്ന് വരും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മൃത്യു ഉണ്ടാകുന്ന കാര്യങ്ങൾ, രോഗാവസ്ഥയിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഗൃഹപരമായിട്ടുള്ള ഗൃഹത്തിൽ കല്ലിടുക, ഗൃഹത്തിലെ അത്തരം കാര്യങ്ങളൊന്നും തൽക്കാലം ചെയ്യരുത്. ഈ 30 ദിവസം കഴിഞ്ഞ് വിശാഖ നക്ഷത്രത്തിലെ തുലാം രാശിക്കാർക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. അത് ഓഗസ്റ്റ് ചിങ്ങമാസം ആകുമ്പോഴേ അത് ഫലത്തിൽ വരുള്ളൂ. എന്നാൽ പോലും ആരോടും വാക്ക് തർക്കത്തിനോ കോടതി നിയമ വ്യവഹാരങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കടം കൊടുത്താണെങ്കിൽ
അവർ ദരിദ്രവാസികളായി പോകും. ഏത് പണം അഴിച്ചവർ ദാരിദ്ര്യത്തിൽ പോയി നിൽക്കും. അങ്ങനെ ഒരു പൂർവ്വജന്മ ദോഷത്തിനുണ്ട്. കാരണം പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിശാഖത്തിലെ തുലാരാശി, വിശാഖത്തിൻ്റെ വൃശ്ചിക രാശിയെക്കുറിച്ച് ഞാൻ നാളെ പറയാം. എല്ലാവർക്കും മനസമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.